ഇന്നത്തെ നമ്മുടെ ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കിയിട്ടുള്ളത് ബാക്കി വന്നിട്ടുള്ളത് കൊണ്ട് ഉണ്ടാക്കിയൊരു സ്നാക്കാണ്. അതുപോലെ ഈ ഒരു സ്നാക്ക് ഞാൻ വിചാരിച്ചത് വേറൊരു രീതിയിലായിരുന്നു. പക്ഷേ ചെറിയൊരു മിസ്റ്റേക്ക് പറ്റി. എന്തായാലും അടിപൊളി സ്നാക്കായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ഈ ഒരു സ്നാക്ക് എൻ്റെ മനസ്സിൽ വിചാരിച്ചത് വേറൊരു രീതിയിലായിരുന്നു. കുറച്ച് ഫ്ലേക്സൊക്കെ ഉള്ള ഒരു സ്നാക്കായിട്ടായിരുന്നു ഞാൻ ഉണ്ടാക്കാൻ വിചാരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിനായിട്ടുള്ളൊരു മാവ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 1.5 കപ്പ് മൈദപ്പൊടി ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ ആക്ച്വലി ഈ ഒരു സ്നാക്ക് ആദ്യം ഷെയർ ചെയ്യണ്ടെന്ന് വിചാരിച്ചു. ലാസ്റ്റ് ഞാൻ വിചാരിച്ച പോലെ ആവാഞ്ഞപ്പം. പക്ഷേ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പം നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല പെർഫെക്റ്റ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. പിന്നെ അതിലോട്ട് 2 ടേബിൾ സ്പൂണോളം ഓയിൽ, സൺഫ്ലവർ ഓയിലും കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കൈകൊണ്ട് മിക്സ് ചെയ്യാണ് കുറച്ചുകൂടെ നല്ലത്. ഇനി ഇതിലോട്ട് ഞാൻ സാദാ വെള്ളം കുറേശ്ശെ ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് മാവിൻ്റെ പരുവത്തിലാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് വേണം ഇത് നല്ലോണം മാവിൻ്റെ പരുവത്തിലാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. വെള്ളം എല്ലാം കൂടി ഒരുമിച്ച് ഒഴിച്ച് കൊടുക്കരുത്. അപ്പോൾ നല്ലോണം ഒന്ന് കുഴച്ചെടുക്കുക. നല്ല സ്മൂത്തായിട്ടുള്ള മാവ് ആയി കിട്ടുന്നത് വരെ നല്ലോണം ഒന്ന് കുഴച്ചെടുക്കുക. ഞാൻ 1 ടേബിൾ സ്പൂണും കൂടി ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്, ചെറിയൊരു ഒട്ടിപ്പിടിക്കുന്ന പരുവായതുകൊണ്ട്. പിന്നെ ഇതിൻ്റെ ഈ ഒരു മാവ് എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയുണ്ടാവും. പക്ഷെ ചിലരുണ്ടാക്കുമ്പോൾ ഹാർഡാവും ഫ്രൈ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. ചിലരുണ്ടാക്കുമ്പോൾ നന്നായിട്ട് എണ്ണ കുടിക്കുന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ഈ ഒരു രീതിയിൽ ഉണ്ടാക്കുവാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ മാവ് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. നല്ലോണം കുഴച്ചെടുത്തിട്ട് വേണം അങ്ങനെ വെക്കാൻ കേട്ടോ. പിന്നെ നമ്മളിപ്പം ഇവിടെ ഉണ്ടാക്കുന്നത് ബാക്കി വന്നിട്ടുള്ള സംഭവങ്ങൾ വെച്ചിട്ടാണെന്ന് പറഞ്ഞല്ലോ. അപ്പം തലേ ദിവസത്തെ ബീഫ് കറിയിൽ നിന്ന് ബീഫ് കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു. എന്തായാലും നമ്മൾ നെക്സ്റ്റ് ഡേ ഇഫ്താറിൻ്റെ സമയത്തേക്ക് പുതിയ കറിയായിരിക്കും ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ കറി എന്തായാലും പിന്നീട് യൂസ് ചെയ്യുന്നുണ്ടാവില്ല. അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ ബീഫ് കറി ആണെങ്കിലും ചിക്കൻ കറി ആണെങ്കിലും വേറെ എന്ത് കറിയാണെങ്കിലും അതിൽ നിന്ന് ആ ഐറ്റംസൊക്കെ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. വെജിറ്റബിൾ കറി ആണെങ്കിൽ പറ്റില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ബീഫിൽ അത്യാവശ്യം മസാലയൊക്കെ ഉണ്ടാവും കറിയെന്നാകുമ്പം. വല്ലാണ്ട് മസാല ഉണ്ടാവില്ല, എന്നാലും അത്യാവശ്യമൊക്കെ മസാല ഉപ്പും പുളിയൊക്കെ എന്തായാലും പിടിച്ചിട്ടുണ്ടാവും. ഇനി നമുക്കൊരു പാന് ചൂടാക്കിയിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിൽ ആദ്യം സവോള ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മളിപ്പം ഈ ഒരു ഫില്ലിംഗ് ഉണ്ടാക്കുന്നത് ബാക്കി വന്നിട്ടുള്ള സംഭവങ്ങൾ വെച്ചിട്ടാണ് ഈ ഒരു ഫില്ലിംഗ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ചിക്കൻ ആണെങ്കിലും ബീഫ് ആണെങ്കിലും മട്ടൺ ആണെങ്കിലും ഒക്കെ നിങ്ങൾക്ക് ഇതുപോലെ ചെയ്തെടുക്കാം. പിന്നെ ഞാൻ കുറച്ച് സ്പ്രിംഗ് ഓണിയൻ വീട്ടിലുണ്ടാക്കിയതുണ്ടായിരുന്നു, അതെടുത്തിട്ട് ഇതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ സ്പ്രിംഗ് ഓണിയൻ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ചെറിയ ഉള്ളി കുഴിച്ചിടുന്നതായിരിക്കും നല്ലത് കേട്ടോ. ഞാൻ വലിയ ഉള്ളി ആയിരുന്നു കുഴിച്ചിട്ടുണ്ടായിരുന്നത്. അത് കുറേ സമയം എടുത്തിട്ടുണ്ടായിരുന്നു അത് ആയി വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ സവോള വഴണ്ട് വരുമ്പം അതിലോട്ട് സ്പ്രിംഗ് ഓണിയൻ ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ബീഫ് ഉണ്ടല്ലോ, അതും കൂടി ചേർത്ത് കൊടുക്കുക. ഇതിലോട്ട് നമ്മൾ എക്സ്ട്രാ മുളക് പൊടിയോ അങ്ങനെയൊന്നും ചേർക്കണ്ട. പിന്നെ ഒന്നായിട്ട് കളറൊന്ന് മാറി കിട്ടാൻ വേണ്ടി നമ്മൾ കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒന്ന് ചെറുതായിട്ടൊന്ന് ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ വേറെ സ്പൈസ് പൗഡേഴ്സ് ഒന്നും ചേർക്കുന്നില്ല. ഇതൊന്നും അങ്ങോട്ട് നല്ലോണം ഒന്ന് കമ്പൈൻ ആയിട്ട് ഒന്നൊന്ന് ചെറുതായിട്ടൊന്ന് ഡ്രൈ ആയിക്കോട്ടെ. അതുവരേക്കും നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ബീഫിൻ്റെ ഫില്ലിംഗ് ആണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്കിത് വെച്ചിട്ട് ഇതേപോലെ തന്നെ ചിക്കൻ്റെ ഫില്ലിംഗ് ഒക്കെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ മാവ് ഒരു 20 മിനിറ്റൊക്കെ നമ്മളിങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് നല്ലോണം സോഫ്റ്റ് ആയിട്ടുണ്ട്. അതിങ്ങനെ ബോൾസാക്കി മാറ്റി വയ്ക്കുകയാണ്. അപ്പോൾ ഞാൻ ആക്ച്വലി ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കാൻ എങ്ങനെയാണ് വിചാരിച്ചതെന്ന് വെച്ചാൽ, നമ്മൾ പപ്സിൻ്റെ ഒക്കെ പാസ്ട്രീൻ്റെ പോലെ ഇങ്ങനെ കുറേ ലെയേഴ്സായിട്ട് കാണുന്ന രീതിയിലുള്ളൊരു സ്നാക്കായിരുന്നു ഞാൻ മനസ്സിൽ വിചാരിച്ചിരുന്നത്. പക്ഷേ ചെറിയൊരു മിസ്റ്റേക്ക് എനിക്ക് പറ്റി. അപ്പോൾ ആ ഒരു മിസ്റ്റേക്ക് എവിടെ പറ്റി എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ആർക്കും സംഭവിക്കാവുന്നൊരു സംഭവം തന്നെയാണ്. അപ്പോൾ അത് ഇതുപോലെ സ്നാക്ക് ഉണ്ടാക്കുമ്പോൾ അങ്ങനെ ചെയ്യാണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ ആ ചെറിയ ബോൾസ് ഉണ്ടല്ലോ, ബോൾസ് അത്യാവശ്യം വലുപ്പത്തിൽ തന്നെ എടുക്കണം കേട്ടോ. നമ്മൾ അത്യാവശ്യം വലിയ ചപ്പാത്തി പോലെ പരത്തിയെടുക്കുവാണ്. എന്നിട്ട് ഓരോന്നും ലെയറായിട്ട് വെക്കുവാണ്. അപ്പോൾ ആദ്യം ഞാൻ ഒരെണ്ണം പരത്തിയെടുത്തിട്ടുണ്ട്. അത്യാവശ്യം പൊടിയൊക്കെ ഇട്ടിട്ട് വേണം പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. ഒരു പ്ലേറ്റിൽ കുറച്ച് പൊടി തൂവിയ ശേഷം നമ്മളിപ്പോൾ നേരത്തെ പരത്തി വെച്ചിട്ടുള്ള ചപ്പാത്തി ഉണ്ടല്ലോ, അത് ഇതിന് മുകളിൽ വെച്ച് കൊടുക്കുക. ഇതേപോലെ തന്നെ ബാക്കി എല്ലാ ചപ്പാത്തിയും നമ്മൾ പരത്തിയെടുത്തതിന് ശേഷം ഓരോന്ന് വെച്ച് കൊടുക്കണം. ഓരോന്ന് വെച്ച് കൊടുക്കുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് നെയ്യും അതിൻ്റെ മുകളിൽ കുറച്ച് പൊടിയും കൂടി തൂവിയിട്ട് വേണം ഓരോ ലെയറും വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ രണ്ടാമത്തെ നമ്മൾ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ പരത്തിയിട്ടുള്ള ചപ്പാത്തി ഉണ്ടല്ലോ, അതിൻ്റെ മുകളിൽ ഇത് വെച്ച് കൊടുക്കണം. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് നെയ്യ് വെച്ചിട്ട് ആ ചപ്പാത്തിൻ്റെ മുകളിൽ ഒന്നാണ്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അതിൻ്റെ മുകളിൽ കുറച്ച് പൊടിയും കൂടി ഒന്ന് സ്പ്രെഡ് ചെയ്യണം. അതിന് ശേഷം വേണം രണ്ടാമത് പരത്തിലുള്ള ചപ്പാത്തി വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എവിടെയാണ് എനിക്ക് മിസ്റ്റേക്ക് പറ്റിയിട്ടുള്ളതെന്ന് എനിക്ക് ഒരു ചെറിയൊരു ധാരണയുണ്ട്. പക്ഷേ നിങ്ങളിത് കാണുമ്പം നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഒരു ഇതുണ്ടെങ്കിൽ, അതായത് എനിക്ക് ഇങ്ങനെയല്ല അത് ചെയ്യേണ്ടതെന്ന് തോന്നുവാണെങ്കിൽ ഒന്ന് കമൻസിലൊന്ന് അറിയിക്കണം കേട്ടോ. ഞാൻ വിചാരിച്ചത് ഫ്ലേക്സൊക്കെ വരുന്ന രീതിയിലുള്ള ഒരു സ്നാക്കായിരുന്നു.
അപ്പോൾ മൂന്നാമത്തതും ഇതുപോലെ പരത്തിയെടുക്കുക. എൻ്റെ സൗണ്ട് ചെറിയൊരു മാറ്റമുണ്ട് കേട്ടോ, ചെറിയൊരു ത്രോട്ട് പെയിൻ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് സൗണ്ട് ഇങ്ങനെ. അപ്പോൾ മൂന്നാമത്തത് വയ്ക്കുന്നതിന് മുമ്പ് വീണ്ടും നെയ്യ് കൊണ്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്ത ശേഷം വീണ്ടും മുകളിൽ കുറച്ച് പൊടി തൂവി കൊടുക്കുക. മൂന്നാമത്തെ വെച്ച് കൊടുക്കുക. ഇതുപോലെ തന്നെ ബാക്കി എല്ലാതും ചെയ്തെടുക്കുക. ഞാൻ ആദ്യം ഈ ഒരു സ്നാക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യേണ്ടെന്ന് വിചാരിച്ചതായിരുന്നു. അങ്ങനെ ഉണ്ടാക്കിയൊരു സ്നാക്കായിരുന്നു. പക്ഷേ ഫൈനലായിട്ട് സംഭവം ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എണ്ണ കുടിച്ചിട്ടില്ലായിരുന്നു. നല്ല സോഫ്റ്റ് ഉണ്ടായിരുന്നു. നല്ല പുറമേ നല്ല ഫ്ലേക്സ് നമ്മൾ വിചാരിച്ച പോലെ ഫ്ലേക്സ് വന്നില്ലെങ്കിലും നല്ല ഒരു ക്രിസ്പിനെസ്സോട് കൂടിയിട്ടുള്ള നല്ലൊരു സ്നാക്കായിരുന്നു. നമ്മൾ സാധാരണ സമൂസ അല്ലെങ്കിൽ പൂവട എന്നൊക്കെ പറയില്ലേ, അത് പോലത്തെ കാണുമ്പോൾ അതുപോലെ ആണെങ്കിലും കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും നിങ്ങളുമായിട്ട് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് സംസാരിച്ച് പറയാം. എനിക്ക് എൻ്റെ ആ ഒരു മിസ്റ്റേക്കും എവിടെയാണ് എനിക്ക് മിസ്റ്റേക്ക് പറ്റിയതെന്നും അറിയണമല്ലോ. അപ്പം നിങ്ങളിൽ ആരെങ്കിലും ഉണ്ടാക്കിയവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻസിലൊന്ന് പറയണം കേട്ടോ. അപ്പോൾ ഇതുപോലെ എല്ലാതും വെച്ച് കൊടുക്കാം. ഞാനത് വെറുതെ പറയില്ല. ഇതുപോലെ കുറേ സ്നാക്സ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഐറ്റംസൊക്കെ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്നതൊക്കെ കുറേ ഫ്ലോപ്പായി പോയിട്ടുണ്ട്. പക്ഷെ അതൊന്നും നമ്മൾ ഇങ്ങനെ ഷെയർ ചെയ്യില്ല എന്നുള്ളൂ. അപ്പം നല്ലത് മാത്രം നമ്മൾ ഷെയർ ചെയ്തിട്ട് ആളുകളുടെ മനസ്സിലൊരു ധാരണ എന്ന് വെച്ചാൽ നമ്മൾ എന്തുണ്ടാക്കിയാലും അത് നന്നായിട്ട് വരുന്നുണ്ട് എന്നുള്ളൊരു ധാരണയാണ്. അങ്ങനെയൊന്നുമല്ല, കുറേ ഫ്ലോപ്പായിട്ടുണ്ട്, അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നില്ല എന്നുള്ളൂ. അപ്പോൾ ഇത് ഫ്ലോപ്പായി എന്നാൽ പോലും എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതുകൊണ്ടാണ് ഷെയർ ചെയ്തത്. അപ്പം ഇതുപോലെ വീണ്ടും ഏറ്റവും ടോപ്പിൽ കുറച്ച് നെയ്യും അതുപോലെ പൊടിയും കൂടി തൂവി കൊടുത്ത ശേഷം ഇതുപോലെ ഒന്ന് കുഞ്ഞതായിട്ടൊന്ന് റോൾ ചെയ്തെടുക്കുക. നല്ല ടൈറ്റായിട്ട് തന്നെ റോൾ ചെയ്തെടുക്കാം. അപ്പോൾ ഇങ്ങനെ കുറേ റെസിപ്പീസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എന്താ പറയുക, ലാച്ച പൊറാട്ട സ്നാക്സ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞാനും ആ ഒരു രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ എൻ്റെ മനസ്സിൽ ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു ഇത് ശരിയാവും എന്നുള്ളത്. പക്ഷേ എനിക്ക് ചെറിയൊരു മിസ്റ്റേക്ക് പറ്റി. അത് എനിക്ക് തോന്നുന്നത് എവിടെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇങ്ങനെ റോൾ ചെയ്ത ശേഷം രണ്ട് സൈഡിൽ നിന്നൊന്ന് ടക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിലും കുഞ്ഞതായിട്ട് വേണമെങ്കിൽ കട്ട് ചെയ്യാം കേട്ടോ. ഞാൻ കുറച്ച് വലിയതായിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കുറച്ച് വലുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാ ഇത്രയും സ്നാക്കാണ് നമുക്കിത് വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നത്. ഇത്രയും ചപ്പാത്തി നമ്മൾ ഓരോന്ന് ലെയർ ചെയ്ത് വെച്ചല്ലോ. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഇത്രയും സ്നാക്കാണ് ഉണ്ടാക്കാൻ പറ്റുന്നത്. എന്നിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി ആ ഒരു ഭാഗം നമ്മൾ പരത്തിയെടുക്കണം. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഞാൻ ഇങ്ങനെ എല്ലാതും ആക്കി വെച്ച ശേഷം ഞാൻ ആ ഒരു ഭാഗം പരത്തിയെടുത്തു. അതിനുശേഷം ഞാൻ ആ ഒരു ഭാഗത്ത് തന്നെയാണ് ഫില്ലിങ് വെച്ച് കൊടുത്തത്. അപ്പോൾ എൻ്റെ ഒരു ഇത് അവിടെ മിസ്റ്റേക്ക് പറ്റിയെന്നാണ്. കാരണം ആ ഒരു ഭാഗത്ത് ഫില്ലിങ് വെക്കരുത്, അത് തിരിച്ചിട്ടിട്ട് അതിൻ്റെ അകത്ത് വേണം ഫില്ലിങ് വെച്ച് കൊടുക്കാൻ. എന്നാലേ നമുക്കത് ലെയറായിട്ട് വരുള്ളൂ. അപ്പോൾ ഇതാ നമ്മളിപ്പം പരത്തിയെടുത്ത ശേഷം ഇതാ ഈ പരത്തുന്ന ഭാഗം നമ്മൾ തിരിച്ചിട്ട് വേണം, അതിൻ്റെ അകത്ത് വേണം ഫില്ലിങ് വെച്ച് കൊടുക്കാൻ. ഈ പരത്തുന്ന ഭാഗത്ത് ഫില്ലിങ് വെക്കരുത്. അപ്പോൾ അത് ഞാൻ ശ്രദ്ധിച്ചില്ല, അവിടെയാണ് ഫില്ലിങ് വെച്ചത്. അത് നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ എല്ലാതും ഒന്ന് പരത്തിയെടുത്ത ശേഷമാണ് ഫില്ലിങ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമ്മളങ്ങനെ വെക്കുന്ന സമയത്ത് ഏത് ഭാഗത്താണ് പരത്തിയത് അത് അങ്ങനെ തന്നെ വെക്കട്ടോ. എന്നിട്ട് തിരിച്ചിട്ടിട്ട് വേണം ഫില്ലിങ് വെക്കാൻ, അത് വിട്ടു പോകരുത്. ഇപ്പോൾ കണ്ടോ ഞാൻ ചെയ്തത്, നമ്മൾ പരത്തിയ ആ ഭാഗത്താണ് ഫില്ലിങ് വെച്ചത്. അപ്പം നമ്മളത് അങ്ങനെ മടക്കുന്ന സമയത്ത് എന്തായാലും ആ ഒരു ഫ്ലേക്സ് ഒന്നും വരില്ല, ആ ലേയേഴ്സ് ഒന്നും വരില്ല. എന്നിട്ട് സൈഡിലൊക്കെ വെള്ളം കൊണ്ട് നന്നായിട്ട് ഒട്ടിച്ചു കൊടുത്തു. എന്നിട്ട് തിരിച്ച് മടക്കി കൊടുത്തു. അപ്പം നമ്മുടെ ഫ്ലേക്സൊക്കെ അകത്താണ് വരുന്നത്, അതൊന്ന് ശ്രദ്ധിക്കാം. അപ്പോൾ ഇതാണ് എനിക്ക് പറ്റിയ മിസ്റ്റേക്ക്. ഇപ്പോഴും ഞാൻ ഇതിൻ്റെ അകത്താണ് ഫില്ലിങ് വെച്ച് കൊടുത്തത്, തിരിച്ച് വേണം ഫില്ലിങ് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ സെയിം ഇതേപോലെ തന്നെ ചെയ്യാം. ഫില്ലിങ് വെച്ച് കൊടുക്കുമ്പോൾ തിരിച്ച് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇത് ഞാൻ ഇതൊക്കെ ഞാൻ ആദ്യം തന്നെ വിചാരിച്ചിരുന്നു, ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. അപ്പം അത് ഫ്രൈ ആയി വരുമ്പം ആ ഫ്ലേക്സും അതുപോലെ ഓരോ ലേയേഴ്സ് കാണുമ്പോഴും അതുപോലെ ഇങ്ങനൊരു ഷേപ്പ് കാണുമ്പോൾ നല്ല ഭംഗിയുണ്ടാവുമല്ലോ. അപ്പം എൻ്റെ മനസ്സിൽ ആ ഒരു എന്താ പറയുക ഒരു സ്നാക്കായിരുന്നു. പക്ഷേ ആയി വന്നപ്പോൾ നമ്മുടെ നോർമൽ പൂവട ഉണ്ടാക്കുന്ന ഒരു സ്നാക്ക് പോലെ ഉണ്ടായി. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ കത്തി കൊണ്ടൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അത് നിർബന്ധമൊന്നുമില്ല. അല്ലെങ്കിൽ കട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ജസ്റ്റ് ആ ബാക്കി വരുന്ന കുറച്ച് മാവുണ്ടല്ലോ അതെടുത്തിട്ട് കുറച്ചൊന്ന് റൗണ്ടിൽ തന്നെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയാൽ മതി. അപ്പോൾ ഇതെങ്ങനെ കാണുമ്പോൾ നല്ല ഭംഗിയാണ്. ഇഫ്താർ പാർട്ടിയൊക്കെ ഉണ്ടാകുമ്പോൾ ഇതുപോലെ സ്നാക്കൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ.
അപ്പോൾ എല്ലാതും റെഡി ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇഫ്താറിൻ്റെ സമയത്ത് വേണമെങ്കിൽ ഇത് ഫ്രൈ ആക്കിയെടുക്കുക. നേരത്തെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ ഇഫ്താറിൻ്റെ സമയത്ത് ഫ്രൈ ആക്കിയെടുത്താലും മതി. അപ്പം എണ്ണ നല്ലോണം ചൂടായ ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. സമൂസൊക്കെ ഫ്രൈ ആക്കുന്ന പോലെ തന്നെയാണ്, തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് ഫ്രൈ ആക്കുക. അപ്പോൾ ഇങ്ങനെ കണ്ടപ്പം ഞാൻ ആകെ ഒരുമാതിരി ആയിപ്പോയി. കാരണം ഇത് ഒരു നോർമൽ നമ്മുടെ പൂവട അല്ലെങ്കിൽ ഇതുപോലെ തന്നെ നമ്മൾ സമൂസൊക്കെ ഉണ്ടാക്കൂലേ, നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന സമൂസൊക്കെ ഈ ഒരു മാവ് വെച്ചിട്ടാണല്ലോ ഉണ്ടാക്കുക. അപ്പോൾ ആ ഒരു ടെക്സ്ചറായിപ്പോയി. അപ്പം ശരിക്കും പറയുകയാണെങ്കിൽ ഞാൻ വിചാരിച്ചൊരിത് കിട്ടാത്തതുകൊണ്ട് എന്തോ ഒരു പോലെ. പിന്നെ ആ ഒരു ഭംഗി കണ്ടപ്പം എനിക്ക് ഇഷ്ടമായി. അതുപോലെ കഴിച്ച് നോക്കിയപ്പോൾ എനിക്ക് തോന്നിയത് എന്താ പറയുക, നല്ല സോഫ്റ്റായിട്ടും കുറച്ചൊരു ക്രിസ്പിനെസ്സോട് കൂടിയിട്ടും, എന്നാലും ഒട്ടും തന്നെ എണ്ണ കുടിച്ചിട്ടില്ലായിരുന്നു ഇതുപോലെ ചെയ്തുകൊണ്ട്. അപ്പോൾ രണ്ട് വശവും നല്ല ഗോൾഡൻ ആവുന്ന വരെ കുക്ക് ചെയ്തെടുക്കുക. ഹൈ ഫ്ലെയിമിൽ ചെയ്യരുത് കേട്ടോ, അത്യാവശ്യം നന്നായിട്ട് കുക്കായി കിട്ടണം, ലെയേഴ്സ് ഉള്ളതാണ്. അപ്പോൾ ഇതാ നമ്മൾ ഫസ്റ്റ് ബാച്ച് റെഡി ആയിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ മനസ്സിലാവുണ്ടാവും, നല്ല പുറമേ നല്ല ക്രിസ്പാണ്, എന്നാൽ അകത്ത് നല്ല സോഫ്റ്റായിട്ടുള്ള ഒരു സ്നാക്കാണ്. അതുപോലെ അങ്ങനെ ലെയേഴ്സ് വരാത്തത് ഞാൻ പറഞ്ഞ ഒരു റീസൺ തന്നെ ആണോ എന്നുള്ളത് എനിക്ക് അറിയില്ല. കാരണം ഞാൻ വീണ്ടും പിന്നെ ഉണ്ടാക്കി നോക്കിയിട്ടില്ല. അപ്പോൾ ഇത് ഉണ്ടാക്കി നോക്കിയവരുണ്ടെങ്കിൽ, ഇങ്ങനെ ലെയേഴ്സായിട്ട് നിങ്ങൾ കിട്ടിയവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻസിലൊന്ന് അറിയിക്കണം കേട്ടോ. അപ്പം നമുക്ക് നമ്മുടെ മിസ്റ്റേക്ക് എന്താണെന്ന് അറിയാമല്ലോ. എല്ലാവർക്കും എപ്പോഴും എല്ലാ സ്നാക്കും അല്ലെങ്കിൽ എല്ലാ ഫുഡ് ഉണ്ടാക്കുന്ന സമയത്ത് പെർഫെക്റ്റ് ആയിട്ട് കിട്ടണം എന്നില്ല. അപ്പോൾ എല്ലാവർക്കും തെറ്റുകൾ പറ്റും, എല്ലാവർക്കും മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ മിസ്റ്റേക്സിൽ നിന്ന് നമ്മൾ പഠിക്കുമ്പോഴാണ് അത് പെർഫെക്റ്റ് ആവുന്നത്. അപ്പോൾ എന്താണ് ഈ എനിക്ക് പറ്റിയ മിസ്റ്റേക്ക് എന്നുള്ളത് എനിക്ക് ചെറിയൊരു ധാരണ ഉണ്ട്. പക്ഷേ ഇനി ഉണ്ടാക്കുമ്പോൾ ചിലപ്പം അതുതന്നെ ആവണമെന്നില്ല. അപ്പം കറക്റ്റായിട്ട് അറിയാവുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻസിലൊന്ന് അറിയിക്കണം കേട്ടോ. അപ്പോൾ എന്തായാലും ഇതുപോലെ ഉണ്ടാക്കണമെങ്കിൽ അതുപോലെ ഉണ്ടാക്കുക. ഇത് നല്ല പെർഫെക്റ്റ് ആണ്. അപ്പോൾ ഞാൻ മനസ്സിൽ വിചാരിച്ചത് ഇതല്ലായിരുന്നു, അത് ഞാൻ നിങ്ങളുമായിട്ട് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ അത് കണ്ടോ, ഞാൻ പൊട്ടിച്ച് കാണിച്ചു തരാം. കണ്ടില്ല, ഉള്ളിലാണ് ആ ലെയേഴ്സൊക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് അത് തിരിച്ചിട്ട് കൊടുക്കാനിട്ടുള്ള ഒരു മിസ്റ്റേക്ക് തന്നെ ആയിരിക്കും എന്നാണ്. അപ്പോൾ നല്ല സോഫ്റ്റാണ്, എണ്ണ ഒട്ടും കുടിച്ചിട്ടില്ല, എന്നാൽ പുറമേ ഒരു ക്രിസ്പിനെസ്സോട് കൂടിയിട്ടുള്ളൊരു സ്നാക്കാണ്. അപ്പോൾ ഇതിപ്പോൾ നല്ലോണം ചൂടൊക്കെ ആറിയ ശേഷമാണ് ഞാനിപ്പം ഇത് ഇങ്ങനെ പൊട്ടിച്ചെടുക്കുന്നതൊക്കെ കേട്ടോ. എന്നിട്ട് പോലും ആ ഒരു ക്രിസ്പിനെസ് ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക്സ് എടുത്തിരിക്കാൻ മറക്കരുത്. പുതിയൊരു വീഡിയോയുമായിട്ട് വ്ളോഗുമായിട്ടൊക്കെ വരുന്നവരേക്കും ബൈ, താങ്ക് യു.